ഹായ്, ഒരു സീരിയസ് സബ്ജക്റ്റ്. ആക്ച്വലി ഇത് എത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശൈലജ ടീച്ചറിനെ അപമാനിച്ച ഇഷ്യൂ ആണ്. വിദേശത്തിരുന്നു കൊണ്ടാണ് ഒരുത്തൻ അത് ചെയ്തിട്ടുള്ളത്. അയാളെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രസ്തുത വ്യക്തി കാണിച്ച വൃത്തികേടിൻ്റെ ഒരു കാഠിന്യം അത് മനസ്സിലാകാനായിട്ട് ഇതുപോലെ സമൂഹത്തിൽ, അതായത് രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ അവർ കയറി അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമാണുള്ളത്. സത്യമായും പറയുകയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ന്യൂനപക്ഷമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അപരവൽക്കരണം ഏർപ്പെടുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ അവരെ ഒഴിച്ചു നിർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ പാർട്ടി തലങ്ങളിൽ നിന്ന് പോലും പലരെയും ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ വിരുദ്ധരായ മനുഷ്യരെ നീക്കി നിർത്തേണ്ട ഒരു ആവശ്യഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അത്രത്തോളം സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്ന ഒരു രീതി നമ്മുടെ സൊസൈറ്റിക്കുണ്ട്. പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ പെൺകുട്ടികളെ അവഹേളിച്ച് തള്ളുന്നത് വേണം കാണാൻ. ഒരു പെൺകുട്ടിയെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ജസ്ന സലീം. കുട്ടിയുടെ പേരേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്ന സലീം എന്ന് തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ പിക്ചർ വരയ്ക്കുന്ന ഒരു കുട്ടി. ആ കുഞ്ഞിനെ സൈബർ ഇടങ്ങളിൽ എടുത്തു വെച്ചങ്ങ് പറയുന്നുണ്ട്. മെജോറിറ്റി വിദേശത്തിരുന്നുകൊണ്ടാണ്. എന്നെയും വിദേശത്തിരുന്നുകൊണ്ട് ഒരുത്തൻ അർമാദിക്കുന്നുണ്ടായിരുന്നു. ഒരു വക സത്യമില്ലാതെ അസത്യങ്ങൾ വിളിച്ചു പറയണം. ഒരു 100 പ്രാവശ്യം പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ കോടതി മുഖാന്തരം ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഫൈനലി എനിക്ക് കോടതി മുഖാന്തരം തന്നെ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈച്ച് ആൻഡ് എവറിത്തിങ് എവിഡൻസ് ഞാൻ സബ്മിറ്റ് ചെയ്യണം. അതായത് സൈബർ വകുപ്പ് എന്നൊരു സംഗതി അവിടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഒരു ഇടപെടലുകളൊക്കെ തന്നെ. തീവ്രമായ സൈബർ ആക്രമണമായിരുന്നു അത്. പറയുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്ത് കണ്ടു വളരുന്നു അതല്ലേ പറയുക. വിദേശത്തിരുന്നു കൊണ്ട് അവൻ ഇത് പറയുന്നത് സേഫ്റ്റി ആണ് എന്നുള്ള ധാരണ അവൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഈ നിയമവ്യവസ്ഥ തന്നെയാണ്. വിദേശത്ത് പോയിരുന്ന നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ അവഹേളിക്കാം എന്നൊരു രീതി ഇവന്മാർക്ക് സപ്പോർട്ടീവായി കൊടുത്തതും നമ്മുടെ ഈ നിയമവ്യവസ്ഥ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിയമത്തിൽ ഒരുപാട് പഴുതുകൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നിയമത്തിൽ ഒരുപാട് സപ്പോർട്ടീവായി ഇതുണ്ടായിട്ട് പോലും സ്ത്രീകളെ നിരന്തരം അപമാനിക്കുന്നതിൽ നിന്ന് ആരെയും ഒരാളെ പോലും പിന്തിരിപ്പിക്കാൻ ഈ പോലീസുകാർക്കോ ഈ സംവിധാനങ്ങൾക്കോ സാധിച്ചിട്ടില്ലെന്നുള്ളത് ഏറ്റവും നല്ല തെളിവാണ് ശൈലജയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നത്. ടീച്ചറിന് ഇത് കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടണം, കിട്ടിയേ മതിയാകൂ. കാരണം ഇവർക്ക് മാത്രമല്ല, ഇനി ഇതുപോലെ ഇരിക്കുന്ന, ഇപ്പം ഞാൻ പറയും, കോട്ടയത്തുള്ളൊരു കളക്ടറുണ്ട്, ലേഡിയാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത മാഡമാണ്. പക്ഷെ അവർക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരണം. അപ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാകുള്ളൂ ഇത് എത്രത്തോളം ഭീകരമാണെന്നും ഇത് നിർത്തലാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നും. നമ്മൾ സാധാരണക്കാർ പോയി പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരു വിഭാഗം പെണ്ണുങ്ങൾ തന്നെ അധികാരവർഗത്തിലുണ്ട്. അവർക്ക് കിട്ടേണ്ട മറുപടി തന്നെയാണ് ഇപ്പോൾ കൊടുത്തത്. മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ശൈലജ ചിലയിടങ്ങളിൽ ഇരുന്ന് കാര്യം പറയുന്നുണ്ട്. പക്ഷേ ടീച്ചറെ, ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുമല്ലോ. എത്രയോ പെൺകുട്ടികളെ വിദേശത്തിരുന്നു കൊണ്ട് ഇതുപോലെ അവഹേളിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ സൈബർ വിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോഴുള്ള ഈ പറയുന്ന സൈബർ പോലീസിനെ നിഷ്ക്രിയരാക്കി വെച്ച നിങ്ങളുടെ പാർട്ടിക്കാർ ഇത് അർഹിക്കുന്നു. നിങ്ങളുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ സൈബർ കേസുകളൊക്കെ തന്നെ പോലീസ് മുഖാന്തരം എടുക്കരുതെന്നും അത് കോടതി മുഖാന്തരമേ അക്സെപ്റ്റ് ചെയ്യാവുള്ളെന്നും അതിനൊരു സമയപരിധിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് 3 ദിവസം വെയിറ്റ് ചെയ്യുക, SP പരാതി കൊടുത്ത് 3 ദിവസം വെയിറ്റ് ചെയ്യുക, സൈബർ പോലീസിൽ പരാതി കൊടുത്ത് 3 ദിവസം വെയിറ്റ് ചെയ്യുക. മൊത്തം 9-12ഓളം ദിവസങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കളയണം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ എല്ലാം കൊണ്ട് കാണിച്ച് വീണ്ടും നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ എവിഡൻസ് എടുക്കാൻ വീണ്ടും ഒരാഴ്ച സമയമെടുക്കും. അതായത് അവിടുന്ന് ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണോ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ 3 ദിവസമാകും. മൊത്തം 1 മാസത്തെ പ്രോസസ്സിന് ശേഷമായിരിക്കും ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ടൈം ലൈൻ നോക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നത്. അപ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ URL എടുത്ത് വെക്കുക, അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ എന്തിനധികം നമ്മൾ തന്നെ CD-യിലാക്കി പോലീസിന് കൊണ്ടു കൊടുക്കണം. അതായത് പോലീസുകാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്തു കൊണ്ട് കൊടുക്കണം. അന്വേഷിക്കുകയോ അതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് എടുക്കുകയോ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടാണ് പോലീസുകാർ സൈബർ കുറ്റകൃത്യത്തിനെതിരെ നിൽക്കുന്നത്. സൈബർ കുറ്റകൃത്യം ഒരു പ്രശ്നവുമില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫിജോ ജോസഫിനെ പോലുള്ള സൈബർ ഗുണ്ടകൾ ഇവിടെ നിരന്തരം സൈബർ ഇടങ്ങളിൽ പെൺകുട്ടികളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്. ഇതും ഇത്രയും അധികം കേസുകളും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ സ്ത്രീയെ പോലും ഒന്ന് ഒതുക്കാനോ ഒന്ന് നിർത്തിവെക്കാനോ സാധിക്കാത്ത ഒരു പ്രത്യേകതരം പോലീസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്
ഞാൻ കണ്ടത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശൈലജ ടീച്ചർക്ക് ഈ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ശൈലജ ടീച്ചർ പബ്ലിക്കിനോട് പറയണ്ട, സംവിധാനങ്ങളോട് പറയണ്ട. നിങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ് ഈ വൃത്തികേടിന് ചൂട്ടുപിടിച്ചു കൊടുത്തത്. അവർക്ക് സൈബർ സഖാക്കൾ വേണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നതിന് പകരം ആ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവനെ അല്ലെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കുന്നവനെ കൊന്നുകളയുക, അവനെ അങ്ങ് തീർക്കുക. അതായത് വെർബൽ അബ്യൂസ്, വെർബൽ റേപ്പിംഗ്, അത് ചെയ്ത് നശിപ്പിക്കുക എന്ന ഒരു ടേമുണ്ട്. അപ്പോൾ പരാതിയുമായി ആരെങ്കിലും ചെന്നാൽ കേസ് എടുക്കേണ്ട ഒരു കഷ്ടത വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിയമത്തിനൊരു ചേഞ്ച്, അതായത് സൈബർ കേസുകളെല്ലാം തന്നെ കോടതി മുഖാന്തരം എടുത്താൽ മതി. അതിനും ഒരു ടൈം പരിധി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സോ ഓൾ ഇൻ ടോട്ടൽ തങ്ങളുടെ ഗ്രൂപ്പുകാരെ രക്ഷിക്കാൻ ചെയ്യുമ്പോൾ അത് തങ്ങൾക്കിടയിലുള്ള പെണ്ണുങ്ങൾക്ക് തന്നെ പണി കിട്ടുമെങ്കിൽ വളരെ സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. ശൈലജ ടീച്ചർക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങളത് അർഹിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ വിജയിച്ചു വിടുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ വെറും നമ്പൂസുകങ്ങളായിട്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയായിരിക്കും മറുപടി എന്നുള്ളത് വസ്തുത. ഇനി ഒരു കാര്യമുണ്ട്, വളരെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട് വടകരയിൽ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജയ്ക്കെതിരെ അശ്ലീല പോസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതിന് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി ഗൾഫ് പ്രവാസിക്കെതിരെ കേസ്. നടുവണ്ണൂർ സ്വദേശിയായ KM മിൻഹാജ്, അഫ്കോഴ്സ് ആ ടീമിനെ തന്നെ നിങ്ങൾ ഇത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, സംരക്ഷിക്കണം. അപ്പം അവറ്റകൾ ഇത് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇവന്മാർക്ക് പെണ്ണുങ്ങൾ എന്നാൽ ഇതാണ് അവരുടെ സ്വഭാവം. സ്ത്രീകളെ ഇങ്ങനെ ആക്രമിക്കണം, സ്ത്രീകളെ ഈ രീതിയിൽ ഇകഴ്ത്തണം, എന്നാലേ അവർക്ക് ആ മതത്തിനെ വളർത്താൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഈ മത തീവ്രവാദികളുടെ തലയിലുണ്ട്. നന്നായി ജീവിക്കുന്ന ഇസ്ലാമിയരെ പോലും പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള 2-3 പുഴുക്കുത്തുകളുണ്ട്. പ്രത്യേകിച്ച് അവന്മാർ വിദേശത്ത് പോകുന്നത് തന്നെ സ്ത്രീകളെ അപമാനിക്കാനാണ്. അശ്ലീല ചുവയോടുകൂടിയും അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കിയും ആ പറയുന്ന ഒരു വ്യക്തിയെ അപമാനിക്കാനുള്ള ധൈര്യം അവൻ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും ആമാന്തിക്കാതെ അവനെതിരെ കേസ് മാത്രം എടുത്താൽ പോരാ, അവനെ വിദേശത്തുനിന്ന് നാട്ടി വരുത്താൻ എംബസി ത്രൂ നീക്കങ്ങൾ നടത്തേണ്ടത്. ചെറിയ കേസാണോ ചെറിയ കാര്യമാണോ എന്നതിനപ്പുറം ഇത് സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരു വലിയ സോഷ്യൽ ഈവളാണ്. ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഗൾഫ് പ്രവാസികളിൽ നിന്ന് ഇതുപോലെ അപമാനം നേരിടുന്നുണ്ട്. ഒന്നുകിൽ ഗൾഫിലുള്ള പ്രവാസികൾ യുണൈറ്റഡായി ഇതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളെ വെറും നികൃഷ്ട ജന്തുക്കളായി മാത്രമേ ഞങ്ങൾക്ക് ചിന്തിക്കാനാവൂ. അത്രത്തോളം ഉണ്ട് ഇവറ്റകളുടെ ആക്രമണം. സദാചാരവാദമോ മറ്റോ എന്തെങ്കിലും ആണെങ്കിലും പിന്നെയും നമുക്കൊരു പരിധിവരെ അങ്ങ് വിട്ടുകൊടുക്കാം. ഇതൊന്നുമല്ല. തങ്ങളുടെ രാഷ്ട്രീയത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മറ്റു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് എടുത്തു വെച്ച് പറയുമ്പോൾ ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള മാതാവിനെ എങ്ങനെയാണ് ഇവൻ കൺസിഡർ ചെയ്യുന്നതെന്നുള്ള വ്യക്തമാണുള്ളത്. ബാക്കി ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനം ഇകഴ്ത്തി കാണിച്ചു എന്നാണ് FIRന്റെ പരാമർശം. ഇയാൾക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിനുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി KK ശൈലജ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. അപ്പം മേഡം പരാതി കൊടുക്കൂ അല്ലേ? മേഡത്തിന്റെ പരാതി ഉടനെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അത് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അത് പോലീസ് തന്നെ ഡയറക്റ്റ് എടുത്തതാണോ അതോ കോടതി മുഖാന്തരം എടുത്തതാണോ? മേഡത്തിൻ്റെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോലീസ് എടുക്കുമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്നല്ലോ, മുൻ മന്ത്രി. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എടുക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. സാധാരണ സ്ത്രീകൾക്ക് യാതൊരു പ്രിവിലേജും ഇല്ല എന്നും നിങ്ങൾക്ക് എന്തോ ഭയങ്കര പ്രിവിലേജ് ഉണ്ടെന്നോ അല്ലേ ഈ ഒരു കാര്യത്തിൻ്റെ അർത്ഥം. ഇവരുടെ കേസ് എടുക്കാനേ പാടില്ല, ഇവരുടെ കേസ് ആരും പറയാനും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവരെ പച്ചയ്ക്ക് നടു റോട്ടിലിട്ട് ഉരിക്കണം. അപ്പോൾ മാത്രമേ ഈ കൂട്ടർക്ക് മനസ്സിലാവും മറ്റു പെൺകുട്ടികൾക്ക് മാനമുണ്ട്, അവർക്കും അഭിമാനമുണ്ട്. അവരെയും ഇതുപോലെ വൾഗറായി വൃത്തികെട്ട രീതിയിൽ കാണിക്കുന്നതിനെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരലെങ്കിലും അനക്കണമെന്ന് അധികാരികൾക്ക് തോന്നുകയുള്ളൂ. ഈ അധികാരികളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഇതുപോലെ നടു റോട്ടിലിട്ട് വലിച്ച് കീറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തെ അവന്മാർ ചെയ്യുന്ന കണക്കായി പോയെന്നേ പറയാനുള്ളൂ. ഞങ്ങളൊക്കെ പരാതി കൊണ്ടു കൊടുത്താൽ ആ പരാതിക്ക് ഒരു മൂല്യമുണ്ടെന്നോ അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്നോ പോലും കൺസിഡർ ചെയ്യാതെ കൂട്ടാക്രമണം നടത്തുമ്പോൾ അത് കണ്ടുകൊണ്ട് ചിരിച്ചു കൊണ്ട് നിന്ന് അവരങ്ങനെയാണെങ്കിൽ അവരത് അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാർട്ടിയോട് പോലും വെറുപ്പ് തോന്നിയ ഒരു സംവിധാനമാണ് അവരിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ സൈബർ ക്രൈം നടത്തിയാൽ സൈബർ പോലീസ് തന്നെ അത് എടുക്കണം. അതിനാണ് സൈബർ സെൽ. ആ സൈബർ സെല്ലിനെ നിഷ്ക്രിയമാക്കി വെച്ചിരിക്കുന്ന തങ്ങളുടെ പാർട്ടി വളർത്താനാണെങ്കിൽ തങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും തങ്ങളുടെ പാർട്ടിക്കാരെയും ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളത് തിരിച്ചറിവാണ്. ജനാധിപത്യ രാജ്യത്തിന് ഇവർക്ക് വേണ്ടി ഒരു പ്രിവിലേജും ബാക്കിയുള്ളവർക്ക് മറ്റൊരു പ്രിവിലേജും കൊടുക്കുന്ന ഒരു കാരണവശാൽ, പ്രിവിലേജ് അല്ല ഇകഴ്ത്തൽ കൊടുക്കുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. KK ശൈലജയ്ക്കെതിരെ UDF
കേന്ദ്രങ്ങൾ നടത്തിയ സൈബർ ആക്രമണം വടകരയിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിനകത്ത് UDF LDF എന്നുള്ളതിനേക്കാൾ ഉപരി പ്രവാസത്തിൽ പോയിരുന്നുകൊണ്ട് എന്തും പറയാമെന്നുള്ള ധൈര്യം കൊടുത്ത നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മോശപ്പെട്ട വശം അനുഭവിക്കാൻ യോഗ്യർ. നിങ്ങൾക്കിത് കിട്ടണം എന്നുള്ളതാണ്. ശൈലജയെ മാത്രം പോരാ, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലുള്ള ഓരോ വ്യക്തികളുടെയും ഭാര്യയെയും മകളെയും അമ്മയെയും ഇവന്മാരെടുത്ത് വെച്ച് അലക്കണം. അത് ഞങ്ങൾ കാണണം. അപ്പോഴേ ഞങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ടാലി ആവുകയുള്ളൂ. അത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടും എത്ര കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും കംപ്ലൈൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ കോടതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ തുരത്തിപ്പായിക്കുന്ന ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരിലുള്ള മനുഷ്യർക്ക് ഇത് ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഞാനും പാർട്ടിക്കാരിയാണ് തീർച്ചയായിട്ടും. പക്ഷേ പാർട്ടിയുടെ ഈ നടപടി അവർക്കിട്ട് തന്നെ പണി കിട്ടിയത് സന്തോഷമേ ഉള്ളൂ. ശൈലജ ടീച്ചറെ അയാൾ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവരത് അർഹിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ചെറു വിരലെങ്കിലും അനക്കണം മാഡം. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ വേദന ഇപ്പോൾ കിട്ടിയില്ലേ? ഇത് തന്നെയാണ് ഓരോ പെൺകുട്ടി ഇവിടെ അനുഭവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസെടുക്കാനുള്ളൊരു നടപടി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ചെയ്യണം മാഡം. അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ ഇനിയും തുടർന്നു കൊണ്ടിരിക്കും. പ്രവാസത്തിൽ ചെന്നിരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവനെ കലാപാഹ്വാനത്തിലല്ല അകത്താക്കേണ്ടത്. സ്ത്രീ എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. അടിച്ച് ശരിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദേശത്തിരുന്നുകൊണ്ട് ഇതുപോലെ പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന, അത് കണ്ട് ആസ്വദിക്കുന്ന നാറിയ പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നാറിത്തരം കാരണം നിങ്ങൾ അവഹേളിക്കുന്ന നിങ്ങളുടെ പെറ്റ തള്ളയാണെന്ന് ഓർത്തുകൊള്ളുക. എനിക്കതാണ് ഇഷ്ടം പറയാൻ. കാരണം സ്വന്തം അമ്മയെ എങ്ങനെ കൺസിഡർ ചെയ്യണോ അതുപോലെ തന്നെയായിരിക്കും അവർ പൊതുസമൂഹത്തിലെ പെണ്ണുങ്ങളെയും കൺസിഡർ ചെയ്യുക. സൈബർ ആക്രമണം നടത്തി ഇകഴ്ത്തി നശിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ വോയിസിനെ ആണെങ്കിൽ നീ നശിപ്പിക്കുന്ന നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തെയാണ്. കാരണം എത്രയോ വൃത്തികെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് നീ പുറത്തേക്ക് വന്നതിനുള്ള തെളിവാണ് നീയൊക്കെ ഈ ചെയ്യുന്നത്. ഈ വൃത്തികെട്ട മനുഷ്യൻ്റെ മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റില്ല. ഇത്രയും നാറിയ ഒരു വ്യക്തിയെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ ഞാൻ അവൻ്റെ തംബ്നെയിൽ തന്നെ അവൻ്റെ ഫോട്ടോയാണ് വെക്കുന്നത്. കാണുക, മാക്സിമം ഷെയർ ചെയ്തോളൂ. ഇതെനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. മാക്സിമം ഇവൻ്റെ ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ പൊതുസമൂഹത്തിന് വേണ്ടി ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവൻ ചെയ്തത് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ പോലെയുള്ള ഒരു വ്യക്തിയെ കയറി ഇതുപോലെ ചെയ്യാൻ അവന് ധൈര്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് കുറേയധികം ബാഡ് വേർഡ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇവന്മാർ എഴുതി വെക്കുന്ന വൃത്തികേട് കണ്ടാൽ എന്തൊരു വൾഗാരിറ്റിയാണ് എഴുതി വെക്കുന്നത്. ആശയം കൊണ്ട് നേരിടാൻ ഇവർക്കാർക്കും അറിയത്തില്ല. ഈ സൈബർ ഗ്യാങ്ങിലേക്ക് സ്ത്രീകളും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത്. ഒരു 100ഓളം കേസിൽ പ്രതിയായ ഫിജോ ജോസഫ് എന്ന് പറയുന്ന സൈബർ ഗുണ്ടി ഇവിടെ സുഖമായി വിലസുന്നുണ്ട്. അതും വലിയ ഒരു റിമാർക്കാണ്, വലിയ ഒരു വൃത്തികെട്ട ഫോമാണ്. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ അധികാരികൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു സൈബർ ഗുണ്ടി ഇവിടെ നിരന്തരമായി സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു രീതി. നിരന്തരമായി സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് മോശമായി സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗപ്പെടുത്തുകയും മോശം പറയുകയും ഒക്കെ ചെയ്തിട്ടും കണ്ണടയ്ക്കുന്ന ഈ പോലീസ് തീർച്ചയായിട്ടും നിഷ്ക്രിയമാണ്. പിരിച്ചു വിടേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ എൻ്റെ വോട്ട് ഞാൻ ബഹിഷ്കരിക്കുന്നു. എൻ്റെ പ്രതിഷേധം അതാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല, തീർച്ചയായിട്ടും ചെയ്യത്തില്ല. കാരണം എൻ്റെ ഒരു വോട്ട് ഞാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റിനെ പോകുള്ളൂ. എനിക്ക് ആ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യില്ല ഞാൻ. കാരണം നമ്മളെപ്പോലെ ഒരു അനുഭാവിയായ ഒരാൾക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഈ ഇവിടെയുള്ള സാധാരണ മനുഷ്യർക്ക്, ഇങ്ങനെ ഒരു വിവരം പോലും ഇല്ലാത്ത മനുഷ്യർക്ക് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ പ്രതിഷേധം ഞാൻ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നു. നന്ദി.